ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 789 ദിവസം. ഇന്ന് കൊഹനെ ഞായറാഴ്ചയാണ്. സകല വെട്ടക്കാരുടെയും ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ദിവസം. വിശ്വാസികളെക്കാൾ അധികമായി ഉത്തരവാദിത്വം കാണിക്കേണ്ടവരാണ് പുരോഹിതന്മാർ. എങ്കിലും അവരും മനുഷ്യരാകൊണ്ട് അവരിൽ ബലഹീനതകൾ ഉണ്ടായേക്കാം. ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ അധ്വാനങ്ങളെയും അവർ ചെയ്തതായ ശുശ്രൂഷകളെയും ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുവാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ദൈവതിരുസന്നിധിയിൽ കരുണ കണ്ടെത്താനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി 24 അധ്യായം 42 മുതൽ 51 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളിൽ ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരേ അർത്ഥമുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരേപോലെ നിൽക്കുന്ന 2 കാര്യങ്ങളാണ് യേശുതമ്പുരാൻ പറയുന്നത്. 42 തിരുവചനത്തിൽ ഉണർന്നിരിക്കുവീൻ എന്ന് കൽപ്പിച്ച യേശുതമ്പുരാൻ 44 തിരുവചനത്തിൽ ഒരുങ്ങിയിരിക്കുവിൻ എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ വരവിനോടുള്ളതായ ബന്ധത്തിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ ഇവ രണ്ടുമാണ്: ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക. ഉണർന്നിരിക്കുക. നിങ്ങളുടെ കർത്താവ് ഏത് നാഴികയിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാത്തതിനാൽ നിങ്ങൾ ഉണർന്നിരിപ്പിൻ. നമ്മുടെ കർത്താവ് എപ്പോൾ വരുമെന്ന് ആർക്കും തന്നെ പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനായി നോക്കിപ്പാർക്കുന്ന, ഉണർന്നിരിക്കുന്ന ആളുകളായി വിശ്വാസി സമൂഹമായി മാറുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായർ 9 അധ്യായം 28 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് പറയുന്നത് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. 40 തിരുവചനത്തിൽ പറയുന്നുണ്ട്: അന്ന് 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അന്ന് 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേരും ആയിരിക്കുന്ന സ്ഥലവും ചെയ്യുന്ന വേലയും ഒന്ന് തന്നെയാണ്. പക്ഷേ സ്വീകരിക്കപ്പെടുന്നത് ഒരാൾ മാത്രമാണ്. 1 യോഹന്നാൻ 2 അധ്യായം 28 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. പ്രിയമുള്ളവരെ, നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകാതെ തമ്പുരാനിൽ വസിക്കുവാനായിട്ട് സാധിക്കണം. നമ്മളെ കൈക്കൊള്ളാതെ ഇരിക്കുവാൻ ഇടവരരുത്. നമ്മളെ ദൈവം കൈക്കൊള്ളുവാൻ തക്കവണ്ണമായി ഉണർന്നും ഒരുക്കമുള്ളവരായും ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹവും തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ചോദിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.